ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 122ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയാം. സങ്കീർത്തനങ്ങൾ 7 മുതൽ 10 വരെ, റോമർ 5-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവരും ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, ദൈവം തന്റെ അവയവം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടി ഏത്? അവയവം എന്ത്? ദൈവം തന്റെ അവയവം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടി ഏത്? അവയവം എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൃത്യു എന്നർത്ഥം വരുന്ന ഒരു പദവും ഒരു ആയുധത്തിന്റെ പേരും ചേർന്ന ഒറ്റ പദം എന്ത്? മൃത്യു എന്നർത്ഥം വരുന്ന ഒരു പദവും ഒരു ആയുധത്തിന്റെ പേരും ചേർന്ന ഒറ്റ പദം എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദുഷ്ടന്റെ അതരത്തിൻ കീഴെ എന്തെല്ലാം ഇരിക്കുന്നു? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ദുഷ്ടന്റെ അതരത്തിൻ കീഴെ എന്തെല്ലാം ഇരിക്കുന്നു? ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭംഗം വരാത്തത് എന്തിന്? ആരുടെ? അതായത് 2 റെഫറൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. അത് 2 റെഫറൻസും എഴുതേണ്ടതാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഭംഗം വരാത്തത് എന്തിന്? ആരുടെ? 2 പാർട്ടായിട്ടാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ യേശു സ്വയം വിശേഷിപ്പിച്ച ഒരു പേര് പഴയ നിയമ പാഠഭാഗത്തുണ്ട്, ഏത്? പുതിയ നിയമത്തിൽ യേശു സ്വയം വിശേഷിപ്പിച്ച ഒരു പേര് പഴയ നിയമ പാഠഭാഗത്തുണ്ട്, ഏത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പൊ തന്നെ ആൻസേഴ്സും മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും വിത്ത് റെഫറൻസ് കൂടെ ചേർത്തിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.